ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്നൊരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചാണ്. ഈ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും. രണ്ടാം ലോക്സഭയിൽ 5ാം സ്ഥാനമുണ്ടായിരുന്നു ഈ പാർട്ടിക്ക്. അതായത് സീറ്റുകളുടെ എണ്ണത്തിൽ 6 സീറ്റുകളോടുകൂടി 5ാം സ്ഥാനമുണ്ടായിരുന്ന ഒരു പാർട്ടി. ആ പാർട്ടിയുടെ പേര് ജാർഖണ്ഡ് പാർട്ടി എന്നായിരുന്നു. ഒരുപക്ഷെ ഒരു സംസ്ഥാനത്തിൻ്റെ പേരിലുള്ള പാർട്ടി ഇത്രയധികം സീറ്റുകൾ സ്വന്തമാക്കുന്നത് ആദ്യമായിരിക്കും. ജാർഖണ്ഡിനു വേണ്ടി, ബീഹാറിൽ നിന്ന് ജാർഖണ്ഡ് എന്ന് പറയുന്ന പുതിയ സംസ്ഥാനം രൂപീകരിക്കുന്നതിനു വേണ്ടി 1949 ജയ്പാൽ സിംഗ് മുണ്ട എന്ന രാഷ്ട്രീയ നേതാവ് ഉണ്ടാക്കിയ പാർട്ടി. ജയ്പാൽ സിംഗ് മുണ്ട ശക്തനായ നേതാവായിരുന്നു. അദ്ദേഹമാണ് ബീഹാറിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി നിലകൊള്ളുകയും ഒരു രാഷ്ട്രീയ പാർട്ടി ട്രൈബൽസിനെയൊക്കെ വെച്ചുകൊണ്ട് ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ മത്സരിക്കുകയും 6 സീറ്റുകൾ സ്വന്തമാക്കുകയും ചെയ്ത പാർട്ടി പിന്നീട് 1963 ആയപ്പോഴേക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമാവുകയായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി മാറിയപ്പോൾ ഒരുപാട് ആളുകൾക്ക് ശക്തമായി അതിനെ എതിർക്കേണ്ടി വന്നു. അതിൽ നിന്ന് പല പാർട്ടികൾ രൂപം കൊണ്ടു. ജാർഖണ്ഡ് സംസ്ഥാനം വേണമെന്ന ശക്തമായ ആവശ്യവുമായി ഇതിൽ നിന്ന് ഏകദേശം 4-5 പാർട്ടികൾ രൂപം കൊള്ളുകയുണ്ടായി. അതിലൊരു പാർട്ടിയായിരുന്നു ജാർഖണ്ഡ് ഹൾ എന്ന പാർട്ടി. ആ പാർട്ടി വീണ്ടും പലതായി പിളരുകയായിരുന്നു. കേരള കോൺഗ്രസിനോടൊക്കെ വേണമെങ്കിൽ സാമ്യം പുലർത്താവുന്ന രീതിയിൽ ജാർഖണ്ഡിലെ പാർട്ടികൾ പിളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ജാർഖണ്ഡ് ഹൾ പിളർന്ന് ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന പാർട്ടി ഉണ്ടാകുന്നു. അതായത് JMM. ഇന്ന് നമ്മൾ ജാർഖണ്ഡ് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയായി കാണുന്ന അതേ ജാർഖണ്ഡ് മുക്തി മോർച്ച. വിനോദ് ബിഹാരി മഹാത്തോ ആയിരുന്നു ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്ക് അന്ന് നേതൃത്വം നൽകിയത്. ഒപ്പം ഷിബു സോറൻ എന്ന ശക്തനായ ലീഡറും ഉണ്ടായിരുന്നു. ഷിബു സോറൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഷിബു സോറനും വിനോദ് ബിഹാരി മഹാത്തോവും തെറ്റിപ്പിരിയുന്നു. പിന്നീട് ഷിബു സോറന്റെ കയ്യിലാകുന്നു ജാർഖണ്ഡ് മുക്തി മോർച്ച. ചില ആളുകൾ അങ്ങനെയാണ്. ചില ആളുകളുടെ കയ്യിൽ ഒരു പാർട്ടി കിട്ടിയാൽ ആ പാർട്ടി പിന്നീട് കാലങ്ങളോളം നിലനിൽക്കും. അത്തരത്തിലൊരു ശക്തനായ ലീഡറായിരുന്നു, ശക്തനായ വക്താവായിരുന്നു ഷിബു സോറൻ. അവിടെയുള്ള ട്രൈബൽസിനെയും മറ്റുള്ള പ്രാദേശിക നേതാക്കളെയുമെല്ലാം ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് ഷിബു സോറൻ പാർട്ടിയെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോയി. പല കഷ്ണങ്ങളായി നിന്നിരുന്ന ജാർഖണ്ഡ് സംസ്ഥാനത്തിനു വേണ്ടി വാദിച്ചിരുന്ന 50ഓളം ഓർഗനൈസേഷൻസിനെ ഷിബു സോറനും കൂട്ടാളികളും ഒപ്പം കൊണ്ടുവന്നു ശക്തമായ ഒറ്റ പാർട്ടിയാക്കി മാറ്റി. ആ പാർട്ടിയുടെ പേര് ജാർഖണ്ഡ് മുക്തി മോർച്ച എന്നു തന്നെയായിരുന്നു. ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ നിന്നും മറ്റൊരു സംസ്ഥാനം, ജാർഖണ്ഡ് എന്ന സംസ്ഥാനം രൂപം കൊണ്ടു. ഇന്ന് ജാർഖണ്ഡ് സംസ്ഥാനം ഭരിക്കുന്നത് ജാർഖണ്ഡ് മുക്തി മോർച്ചയാണ്. ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്ക് ഇന്ന് നേതൃത്വം കൊടുക്കുന്നത് ഷിബു സോറന്റെ മകനായ ഹേമന്ത് സോറനാണ്. നമുക്കറിയാം, ഹേമന്ത് സോറൻ ഇപ്പോൾ ഒരു കേസിൽപ്പെട്ട് ജയിലിൽ കഴിയുകയാണ്. ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗമാണ് ഇന്ന് ജാർഖണ്ഡ് മുക്തി മോർച്ച. പണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ടായിരുന്ന ഒരേ ഒരു എതിരാളി ജാർഖണ്ഡ് പാർട്ടിയും ജാർഖണ്ഡ് മുക്തി മോർച്ചയുമായിരുന്നെങ്കിൽ ഇന്ന് BJPയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ജാർഖണ്ഡ് മുക്തി മോർച്ചയും ഒരുമിച്ച് ചേർന്ന് ഒരൊറ്റ കൂട്ടമായി ആക്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ജാർഖണ്ഡിന്റെ ട്രൈബൽ വാരിയറായിരുന്ന, ഐക്കണായിരുന്ന ബിർസ മുണ്ടയുടെ ജന്മദിനത്തിലായിരുന്നു ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന പാർട്ടി രൂപം കൊണ്ടത്. ട്രൈബൽസിന്റെ ചിഹ്നമായ അമ്പും വില്ലും തന്നെയാണ് ഇവർ ഇലക്ഷനിൽ മത്സരിക്കാൻ ഉപയോഗിക്കുന്ന ചിഹ്നം. ജാർഖണ്ഡ് സംസ്ഥാനം രൂപവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന പേരിൽ തന്നെ പാർട്ടി തുടർന്നു കൊണ്ടുപോവുകയാണ്. തെലങ്കാന രാഷ്ട്ര സമിതി തെലങ്കാന സംസ്ഥാനം ഉണ്ടായതിനു ശേഷം കുറച്ചുകൂടി വലിയ രീതിയിൽ പേര് മാറ്റിയതുപോലെ ഒരുപക്ഷെ ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കും ഒരു പേരുമാറ്റം ഉണ്ടായേക്കാം. ഓൾ ദ ബെസ്റ്റ്.